കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന കെട്ടിടത്തിൽ പ്രവർത്തനം പാടില്ലെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതായി രേഖകൾ. മെയ് 24-ന് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും പണിതീർത്ത പുതിയ ബ്ലോക്കിൽ സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങാനും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. 24 ബ്രേക്കിംഗുമായി ദീപക് തരമണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക വിവരങ്ങൾ? പറയൂ. SKN ഇത് സർക്കാരിൻ്റെ കത്താണ്. അതായത് സർക്കാർ നേരത്തെ തന്നെ ഈ കെട്ടിടം, അതായത് ഇന്ന് ഒരു മരണത്തിനിടയാക്കിയ, ദാരുണമായ അന്ത്യത്തിനിടയാക്കിയ മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടം ഡിമോളിഷ് ചെയ്യാൻ തന്നെ അനുമതി നൽകിയതാണ്. മാത്രവുമല്ല, ഇവിടെ രോഗികളെ ചികിത്സിക്കരുത്, ഈ സർജിക്കൽ സമുച്ചയത്തിൽ അപകടകരമായ അവസ്ഥ ഈ കത്തിൽ തന്നെ വളരെ കൃത്യമായി DME, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത്, ആ കത്ത് അയച്ചത് മെയ് മാസം 24-നാണ്. അതായത് 24/5/2025 അയച്ച കത്താണ്. കത്ത് പോയിരിക്കുന്നത് പ്രിൻസിപ്പൽക്കാണ്. ആ കത്തിൽ വളരെ കൃത്യമായി പറയുകയാണ്, ഈ മെഡിക്കൽ കോളേജിലെ ഈ സമുച്ചയം വളരെ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് സൂചന പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. അതിലേക്കുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിലേക്ക് കത്തയച്ചിരിക്കുന്നു എന്ന് പറയുന്നു SKN. അതുവരെ പഴയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ ബ്ലോക്കിൽ രോഗികളെ ചികിത്സിക്കണം. അതായത് അപകടകരമായ സാഹചര്യത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് യാതൊരു തരത്തിലും പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി മെയ് മാസം 24-ാം തീയതി തന്നെ സർക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്തയച്ചിരുന്നു എന്നുള്ളതും മാത്രവുമല്ല, ഒരു കാര്യം കൂടി അതിൽ പറയുന്നു. ഈ അപകടകരമായ അവസ്ഥയായതുകൊണ്ട് പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെ പരിശോധന നടത്തണം എന്നുകൂടി പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ SKN കൃത്യമായി പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഈ ദുരന്തത്തിന്, ഈ ഒരു അപകടത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഈ കത്ത് 24-ാം തീയതി മെയ് മാസം അയച്ച ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കത്ത് വ്യക്തമാക്കുകയാണ്. കാരണം അത്യന്തം ദാരുണമായ ഒരു അന്ത്യമാണ് അവിടെ ഉണ്ടായത്. ആ അന്ത്യത്തിൽ കൃത്യമായി സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടി വരും ഈ കത്ത് പ്രകാരം. കാരണം സർക്കാർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൃത്യമായി അവിടെ ചികിത്സ പാടില്ല എന്നറിയിച്ചിട്ടുണ്ട് SKN.